യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത് ഒരു ഒബ്ജക്റ്റ് ഒരു റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുവാണ്. യൂണിഫോം സർക്കുലർ, യൂണിഫോം മീൻസ് എന്താ? യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരേപോലെ എന്നുള്ളതാണ് അർത്ഥം. അപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, എന്താണ്? അതായത് സോളാർ സിസ്റ്റത്തില് സണ്ണിന് ചുറ്റിനും പ്ലാനറ്റ്സ് കറങ്ങും. ഇപ്പൊ സണ്ണും എർത്തുമായിട്ട് എടുക്കാം. സണ്ണും എർത്തും കൂടെ, അല്ലെങ്കിൽ സണ്ണിന് ചുറ്റിനും എർത്ത് ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലയോ? അത് നമുക്കൊരു യൂണിഫോം സർക്കുലർ മോഷന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഒരേപോലെയാണ് കറങ്ങുന്നത്. അതായത് ഈ വർഷം 365 ദിവസം എടുക്കുമെങ്കിൽ കറങ്ങിട്ട് തിരിച്ചു വരാൻ അടുത്ത വർഷവും എത്ര തന്നെ? 365 ദിവസം തന്നെ എടുക്കും. അതിന്റെ അടുത്ത വർഷം എത്ര തന്നെ? 365. അപ്പൊ അവിടെ യൂണിഫോം ആയിട്ടാണ് അത് കറങ്ങുന്നത്, ഒരേപോലെയാണ്, ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് അതൊരു യൂണിഫോം സർക്കുലർ മോഷൻ എക്സാമ്പിൾ ആണ്. അപ്പം യൂണിഫോം സർക്കുലർ, നിങ്ങൾ ഒരു കയറെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നൂലെടുത്തിട്ട് ആ നൂലിന്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടിയിട്ട് ഒരു അറ്റത്ത് നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കറക്കുമ്പോഴും യൂണിഫോം സർക്കുലർ മോഷൻ എക്സാമ്പിൾ തന്നെ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഈ ഫാന് ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് യൂണിഫോം സർക്കുലർ മോഷനാണ്. പക്ഷെ സ്പീഡ് മാറ്റാൻ പാടില്ല. ഇപ്പം ഞാൻ സ്പീഡ് 4L ആയിട്ടിരിക്കുന്നത്. അപ്പൊ സ്പീഡ് 4L ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ. അപ്പം യൂണിഫോം സർക്കുലർ മോഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ആദ്യം യൂണിഫോം സർക്കുലർ മോഷൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അതായത് നമ്മൾ ഇവിടെ സെൻട്രൽ പോയിന്റിൽ, ഇപ്പം എന്റെ വിരലില് ഞാൻ എന്റെ ഈ 2 വിരലിൽ നൂലിങ്ങനെ എന്ത് ചെയ്തിരിക്കുക, ഇങ്ങനെ പിടിച്ചിരിക്കുക. എന്നിട്ട് അതിന്റെ അറ്റത്ത് കല്ല് കെട്ടി തൂക്കുമ്പോൾ തന്നെ ഇങ്ങനെ തൂങ്ങി കിടക്കും, ഇല്ലേ? ഇങ്ങനെ കറക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വേണ്ടേ, ഇങ്ങനെ അത് കറങ്ങുന്നുണ്ടാവും, അയ്യോ, ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ കറങ്ങുന്നതിന്റെ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്, അതായത് മോളിൽ നിന്നുള്ള വ്യൂ. നിങ്ങളിങ്ങനെ കല്ല് കെട്ടി കറക്കുന്ന സമയത്ത് നിങ്ങൾ ഹെലിക്യാമിന്ന് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, മോളിൽ നിന്നുള്ള വ്യൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കുമല്ലോ ആ കയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, ഇല്ലയോ? ശരിയല്ലേ? ആ കയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ. ഇനി എങ്ങനെ ആയിരിക്കും ഇത് കറങ്ങുന്നത്? ഒരു സർക്കുലാർ മോഷൻ ആയിരിക്കും, ഇല്ലയോ? കണ്ടോ, ഇങ്ങനെയായിരിക്കും കറങ്ങുന്നുണ്ടാവുക. ആണോ? ഇങ്ങനെയായിരിക്കും കറങ്ങുന്നുണ്ടാവുക. ഓക്കെ. ഓക്കെ. അപ്പം ഇതായിരിക്കും ഇതിന്റെ റേഡിയസ്, ഇല്ലേ? ഇതിന്റെ റേഡിയസ് വെക്ടർ ആണ്. റേഡിയസ് വെക്ടർ ഇതാണ് നമ്മുടെ. ഓക്കെ ആണല്ലോ? ഈ റേഡിയസ് തന്നെ ആയിരിക്കും എല്ലായിടത്തും, ശരിയല്ലേ? അതായത് ഈ ഇങ്ങോട്ട് നോക്കിയാലും അതേപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാലും അതേപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാലും അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസും എല്ലാം എന്ത് തന്നെയാണ്? എല്ലാം സെയിം ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനിയും ഞാൻ അത് വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇത് മാത്രം ഞാൻ വരയ്ക്കുന്നുള്ളത്, അവിടെ നിൽക്കട്ടെ. ഓക്കെ. ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെയാണ് നമ്മുടെ കല്ല് ഇരിക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ കല്ല്. ഓക്കെ. ഈ കല്ലില് ഈ കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലായിരിക്കും? കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലായിരിക്കും, ടാൻജൻഷ്യൽ ആയിരിക്കും. അതായത് ഇവിടെ ഒന്ന് ഇങ്ങനെയായിരിക്കും. ഈ സർക്കിളിന്റെ ടാൻജന്റ് പോകുന്നത് എങ്ങോട്ടാണോ? ടാൻജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിൾ ഇങ്ങനെ വരുന്നുണ്ട്, ഈ സർക്കിളിന്റെ ഈ ലൈനെ കൂടെ തൊട്ടു പോകുന്ന ഇതിനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊരു ടാൻജന്റാ, ഇതൊരു ടാൻജന്റാ, ഇതൊരു ടാൻജന്റാ, ഇതൊരു ടാൻജന്റാ, ഇതൊരു ടാൻജന്റാ, അതേപോലെ തന്നെ ഇതൊരു ടാൻജന്റാ, അതേപോലെ ഇതൊരു ടാൻജന്റാ. കണ്ടോ, ഇതെല്ലാം ടാൻജൻസാ. നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ സർക്കിളിന്റെ ടാൻജന്റ് പോലെയല്ലേ ഇത് പോകുന്നത്? ആണോ? ഇങ്ങനെ തൊട്ട് വരെ ഇതിലാണ് ഡിസ്പ്ലേസ്മെന്റ് പോകുന്നത്, അല്ലെ? ഈ ഡയറക്ഷനിലാണ്. ആ ഡിസ്പ്ലേസ്മെന്റ് പോകുന്ന ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇതിന്റെ വെലോസിറ്റിയും പോകുന്നത്. വെലോസിറ്റിയും വെക്ടറാണ്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചോണം, ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. അതേപോലെ തന്നെ ഈ പോയിന്റിലുള്ള ഈ പോയിന്റിൽ കല്ല് വരുമ്പോൾ ഈ കല്ലിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അതിന് ടാൻജൻഷ്യൽ ആയിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും, ഇല്ലയോ? അതിന് ടാൻജൻഷ്യൽ ആയിരിക്കും, ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആ ഡയറക്ഷൻ ആണെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അങ്ങോട്ട് തന്നെയായിരിക്കും. അതേപോലെ തന്നെ ആ കല്ല് ഈ പോയിന്റ് വരുമ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, ടാൻജൻഷ്യൽ ആയിരിക്കും, ഇല്ലയോ? ടാൻജൻഷ്യൽ ആയിരിക്കും, ആണല്ലോ? ആണ്. അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇനിയും ഇവിടെ വരുമ്പോഴോ ഇത് നോക്കുമ്പോഴോ ഇതിന്റെ എന്ത് തന്നെയായിരിക്കും? ഇതിന്റെയും ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അതായത് എവിടെ നിങ്ങൾ നോക്കിയാലും അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ടാൻജൻഷ്യൽ ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാം? ഓരോ പോയിന്റിലും കല്ലെത്തുമ്പോൾ കല്ലിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഡിഫറന്റ് ആണോ, സെയിം ആണോ? ഡിഫറന്റ് ആണ്. കാരണം ഇവിടെ ഇപ്പൊ ഈ പോയിന്റിലാണെങ്കിൽ ഇങ്ങനെയാണ്, ഈ പോയിന്റ് വന്നപ്പോൾ അത് ഇങ്ങനെയായി, ഈ പോയിന്റ് വന്നപ്പോൾ അത് ഇങ്ങനെയായി, ഈ പോയിന്റ് വന്നപ്പോൾ അത് ഇങ്ങനെയായി. ഇനി ഈ പോയിന്റിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലോ അത് ഇങ്ങനെയായി. അപ്പൊ ഓരോ പോയിന്റിലെയും വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ യൂണിഫോം സർക്കുലർ മോഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്.
ഓക്കെ ആണല്ലോ. പക്ഷെ ഈ കറങ്ങുന്ന സ്പീഡ് എന്തായിരിക്കും? ഇപ്പൊ ഭൂമി ഇതിന് ചുറ്റിനും കിടന്ന് കറങ്ങുക, ഇതിന് ചുറ്റിനും കറങ്ങുന്നതിന്റെ സ്പീഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം അതുകൊണ്ടാണ് ഈ വർഷം 365 ദിവസം എടുത്തെങ്കിൽ അടുത്ത വർഷം എന്ത് ചെയ്യുന്നത് 365 ദിവസം തന്നെ എടുക്കുന്നത്. സ്പീഡ് സെയിമാ, വെലോസിറ്റി അപ്പൊ അവിടെ എങ്ങനെയായിരുന്നു? സ്പീഡും വെലോസിറ്റി ഒന്ന് തന്നെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെലോസിറ്റി എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഒന്നല്ല. നമ്മൾ പഠിച്ചായിരുന്നു സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെക്റ്റർ ക്വാണ്ടിറ്റി, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ പറയാം. സ്പീഡിന് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വെലോസിറ്റിയാണ്. ഇപ്പൊ ഇവിടെ നോക്കി, ഈ സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് വിചാരിക്കാം. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയായിരിക്കും? 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പക്ഷെ അവിടെ ഡയറക്ഷൻ കൂടെ പറയേണ്ടതുള്ളത് കൊണ്ട് ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. സ്പീഡിന് ഡയറക്ഷൻ ഇല്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കുമോ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തും കൂടെ കോൺസ്റ്റന്റ് ആവണം, ഡയറക്ഷനും കൂടെ കോൺസ്റ്റന്റ് ആവണം. അപ്പൊ ഇവിടെ ഡയറക്ഷൻ കോൺസ്റ്റന്റ് അല്ല, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുള്ളത് കൊണ്ട് വെലോസിറ്റി ഇവിടെ മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? വെലോസിറ്റി മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആയിരിക്കണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെ കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ വെലോസിറ്റി ചേഞ്ച് ചെയ്യാതെ എങ്ങനെ 2 മീറ്റർ പെർ സെക്കൻഡ് ഒരേ സ്പീഡിലല്ലേ പോകുന്നത്, പിന്നെ എങ്ങനെ വെലോസിറ്റി ചേഞ്ച്? വെലോസിറ്റി ലോജിക്കലി മാഗ്നിറ്റ്യൂഡ് വൈസ് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ ഡയറക്ഷൻ വൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ നമ്മൾ പറയുന്ന സമയത്ത് ഇത് രണ്ടും നോക്കണം, മാഗ്നിറ്റ്യൂഡ് നോക്കണം, ഡയറക്ഷൻ നോക്കണം. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല, ബട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണം എടുക്കാൻ. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താ? ആക്സിലറേഷൻ, ഇല്ലയോ? അപ്പൊ ഇവിടെ ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷൻ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? അതെന്തുകൊണ്ടാണ്? അതായത് യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ്, അതാണ് സ്പീഡ് കോൺസ്റ്റന്റ്. സ്പീഡ് വിത്ത് ഡയറക്ഷൻ ആണ് വെലോസിറ്റി. സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് സ്പീഡ്, അത് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെന്ന് എടുക്കാം. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷൻ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആൻഡ് ഈസ് ഓൾവേസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എപ്പോഴും ആ നിങ്ങൾ കറക്കുന്ന കയറില്ലേ, ആ കയറെ കൂടെ അകത്തേക്കായിരിക്കും, ഏത് പോയിന്റ് എടുത്തെന്ന് പറഞ്ഞാലും ആ അകത്തേക്കായിരിക്കും ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ. അതായത് ഇങ്ങനെ നമുക്ക് എഴുതാം. നോക്കിയോ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഞാൻ ഒരു ഡയറക്ഷൻ നീല വെച്ചിട്ട് കാണിക്കാം. അതായത് ഇത് എ സി എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ, ഈ പടത്തിനകത്ത് ഇതെല്ലാം കാണണം. ഓക്കെ, ഇനിയും ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും എപ്പോഴും എത്ര ആയിരിക്കും തമ്മിൽ? ആക്സിലറേഷന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റിന്റെയോ വെലോസിറ്റിയുടെയോ ഡയറക്ഷൻ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം എപ്പോഴും ആലോചിച്ചോണം. 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് അവിടെ എന്തുണ്ട്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് എഫ് ഈസിക്കൽ ടു എം ഇൻറ്റു എ ആണ്. എഫ് ഈസിക്കൽ ടു എം ഇൻറ്റു എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും? ഫോഴ്സും ഉണ്ടാവും. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതായത് നിങ്ങൾ ICC പഠിച്ച പിള്ളേരാണെങ്കിൽ നിങ്ങൾ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു വന്നിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കസേര കളിക്കുമോ? നിങ്ങൾ കസേര കളിച്ചിങ്ങനെ റൗണ്ട് നിങ്ങളുടെ തല ഇറങ്ങി നിങ്ങൾ വീഴുന്നത് ആ റൗണ്ടിന്റെ പുറത്താണോ അകത്താണോ? അകത്തായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് നിങ്ങളെ എന്ത് ചെയ്യും? അകത്തേക്ക് വലിച്ചിടും. അപ്പൊ നിങ്ങളെ തല ഇറങ്ങി ആ റൗണ്ടിന്റെ അകത്തേ വീഴും. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. ഇതിങ്ങനെ നമ്മള് അതേപോലെ തന്നെ ഇത് വേറൊരു കാര്യം കൂടെ പറയാം. അപ്പം നമുക്ക് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് അതിനെ നമുക്ക് എന്താ FC എന്ന് വിളിക്കാം. FC, അതും സെന്ററിലോട്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഇത്ര പടം വരച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം, എന്നിട്ട് ബാക്കി കാര്യം ചെയ്യാം. ഓൾറെഡി നമ്മൾ ഇത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. പെട്ടെന്ന് എഴുതണേ, ഫാസ്റ്റ് ആയിട്ട് വരയ്ക്കണേ.
ഓക്കെ, ഇനി ഓരോ കാര്യങ്ങൾ എഴുതിക്കോളൂ, ഓരോ കാര്യങ്ങൾ എഴുതിക്കോളൂ. ഒരു ഡോട്ട് ഇടുക. ഇൻ ദിസ് മോഷൻ, ഇൻ ദിസ് മോഷൻ, ഇൻ ദിസ് മോഷൻ, ഇൻ ദിസ് മോഷൻ the magnitude of velocity. magnitude of velocity എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ്. എപ്പോഴും ഓർത്തോണം, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് സ്പീഡ് ആയിരിക്കും ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ remains constant, remains constant. But the direction of velocity changes continuously. അടുത്തത് the direction of velocity at any point is along the line tangent to the path at that point, അടുത്തത് the direction of velocity will be at right angles to the radius of circle, ശരിയല്ലേ? അതായത് റേഡിയസ് പോകുന്ന അതേ ലൈനിൽ കൂടാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷനും പോകുന്നത്, ഫോഴ്സും പോകുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പൊ റേഡിയസിനും സെൻട്രിപെറ്റൽ ആക്സലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ റേഡിയസും വെലോസിറ്റി ഡയറക്ഷൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, റൈറ്റ് ആംഗിൾസ് ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ at every point on the path. Since the particle is moving along the circumference of circle, circumference of a circle. അടുത്തത് since the direction of velocity changes the particle is subjected to acceleration. ഇപ്പോഴും ആലോചിച്ചോണം, ഇവിടെ സ്പീഡും 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് വിചാരിച്ചു. 30 മീറ്റർ പെർ സെക്കൻഡ് എന്നല്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതേപോലെ ആക്സലറേഷനും വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ചെയ്യണം. ഇവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുള്ളത് കൊണ്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. അതുമൂലം അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ,
particle is subjected to acceleration. Acceleration. This acceleration, okay, is called centripetal acceleration or radial acceleration. Centripetal acceleration or radial acceleration. At the daughter, the acceleration is always normal to the direction of velocity and is directed towards the center of the path center of the path. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഈ സർക്കുലർ മോഷന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്, കുറച്ച് ടേംസ്. നമ്മൾ നേരെ പോകുന്ന ഡിസ്പ്ലേസ്മെന്റിനെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്നാ പറയാം. നേരെ പോകുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയെ ലീനിയർ വെലോസിറ്റി എന്നാ പറയുന്നത്. നേരെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആക്സലറേഷനെ ലീനിയർ ആക്സലറേഷൻ ആണ് പറയുന്നത്. എന്നാൽ ഒരു ബോഡി വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അതെല്ലാം മാറും. അപ്പൊ അത് ഡിസ്പ്ലേസ്മെന്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആവും, വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി ആവും, ആക്സലറേഷൻ ആംഗുലാർ ആക്സിലറേഷൻ ആവും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം എഴുതിക്കോ. ഹെഡിങ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതിനെ തീറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. അതെന്താണെന്ന് അറിയോ? ദി ആംഗിൾ സ്വെപ്റ്റ് എന്ന് പറഞ്ഞാൽ തൂക്കത്തില്ലേ, തൂക്കുക, സ്വീപ്പ് ചെയ്യുക. ദി ആംഗിൾ swept by the radius vector in given time. അതായത് നമുക്ക് ഒന്ന് നോക്കാം, നോക്കിക്കോളൂ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ സെന്റർ, ഇതാണ് നമ്മുടെ നൂല് ഇവിടെ അറ്റത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കല്ല് കെട്ടിയിരിക്കുന്നത്. ഈ കല്ല് ഇവിടെ നിന്ന് റൗണ്ട് അടിക്കുന്ന സമയത്ത് നോക്കിയോ, റൗണ്ട് അടിക്കുന്ന സമയത്ത് എങ്ങനെയാ, റൗണ്ട് അടിക്കുന്ന സമയത്ത് നോക്കിയാൽ ചെറിയത് വരയ്ക്കാം. നമ്മുടെ സെന്റർ ഇതാണ്, ഇതാണ് നമ്മുടെ എന്ത്, ഇതാണ് നമ്മുടെ എന്ത്, അതായത് നമ്മുടെ നൂല്. ഇതിനറ്റത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുക, നമ്മൾ കല്ല് കെട്ടി തൂക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇതിങ്ങനെ വട്ടത്തിൽ കറക്കുവാണ്, ടോപ്പ് വ്യൂ ആണ് കേട്ടോ, ടോപ്പ് വ്യൂ. അങ്ങനെ മോളിൽ നോക്കുന്ന സമയത്ത് ഈ കല്ല് ഇവിടെ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ, അതായത് ഈ കല്ല് ഇവിടെ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ നോക്കിയോ എത്ര ആംഗിൾ ഉണ്ടാക്കണം, നോക്കിയോ ഇത്രയും ആംഗിൾ അല്ലേ ഉണ്ടാക്കേണ്ടത്, ശരിയല്ലേ? എത്ര ആംഗിൾ ഉണ്ടാക്കേണ്ടത് നോക്കിയോ, അതായത് ഇത്രയും ആംഗിൾ ആണ് ഉണ്ടാക്കേണ്ടത്, ഇത്രയും ആംഗിൾ ആണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇതാണ് തീറ്റ, ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതായത് കല്ല് ഇവിടെ നിന്ന് ഇവിടം വരെ പോകാനുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷെ ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ സ്വീപ്പ് ചെയ്യുക, സ്വീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇവിടെ ഒന്ന് തന്നെ ഇങ്ങനെ സ്വീപ്പ് ചെയ്യണം, ഇങ്ങനെ. അപ്പൊ ആ സ്വീപ്പ് ചെയ്തുണ്ടാകുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ വരാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോണം. അതായത് ഇപ്പൊ ഇവിടാണ് കല്ലിരിക്കുന്നത്, ആ കല്ല് ഇവിടെ വരണം. അപ്പൊ ആ കല്ല് വരുന്ന സമയത്ത് കണ്ടോ ഇങ്ങനെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്.
അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചാൽ അതാണ് നേരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ അതാണ് അത് നോക്കിക്കോണം, മനസ്സിലാക്കിക്കോണം. ഓക്കെ ആണല്ലോ. ഇത് ഒരു സർക്കിൾ ആണ്, സർക്കിൾ ആയിട്ട് തന്നെ വരയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഈ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയാം? നോക്കിയോ, ഇവിടെ നോക്കിയോ, ഇത് റേഡിയസ് ആണ്. ഇതിനെ നമ്മൾ ആർക്ക് ലെങ്ത് എന്നാണ് പറയാ. ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആർക്ക് ലെങ്ത്. അതായത് ആർക്കില്ലേ, നമ്മൾ ആർക്ക് വരയ്ക്കത്തില്ലേ, ആർക്ക്. ഇത് ശരിക്കും ആർക്ക്, ഇതാണ് ആർക്ക് അല്ലേ? ആർക്ക് പോലെയല്ലേ അവിടെ ഇരിക്കുന്നേ. അതായത് ആ രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്ക് പോലെ ആയിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ആർക്ക് ലെങ്ത്, ഇതാണ് എൽ. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആയിരിക്കും ഈ തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ എന്താണ്, റേഡിയസ്. അപ്പം അതിനെ നമുക്ക് ആർക്ക് ലെങ്തിനെ നിങ്ങൾ എല്ലായിട്ട് കൊടുക്കുന്നെങ്കിൽ എൽ ബൈ ആർ എന്ന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. എൽ ബൈ ആർ എന്ന് എഴുതണ്ട കേട്ടോ, ആർക്ക് ലെങ്ത് എടുത്താൽ നിങ്ങൾ ജനറലി എന്താ എടുക്കുന്നത്, ചിലപ്പോൾ എക്സ് എടുക്കാം, അങ്ങനെ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എടുത്താൽ മതി. ഇവിടുത്തെ ലെങ്ത് എത്രയാണോ അത് ആർക്ക് ലെങ്ത്, അതാണ് അത് ഉദ്ദേശിക്കുന്നത്, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൻസ് ആയിരിക്കും. തീറ്റയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് ആയിരിക്കും, റേഡിയൻസ്. അടുത്തത് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഉണ്ടാകുന്ന പോലെ തന്നെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും അല്ലേ? ആംഗുലാർ വെലോസിറ്റി അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഒമേഗ ഡബ്ല്യു ഇട്ടിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിലെടുക്കും, ഇതിന് ഒമേഗ എന്നാ പറയാം. ഓക്കെ, അതെന്താണെന്നറിയോ? ഒമേഗ ഇസിക്കൽ, നമ്മൾ വെലോസിറ്റി ഇസിക്കൽ എന്താ നമ്മൾ എഴുതുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസിക്കൽ എന്തായിരിക്കും, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിരിക്കും. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ എത്രയായിരിക്കും, ബൈ ടൈം ആയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, അതിനെ നമുക്കറിയാം. ഇനി വേറൊരു കാര്യം, ഇത് ചെറിയൊരു ആംഗിൾ ആയിരിക്കും കേട്ടോ. അതായത് ഇത് ഇത്രയും ഡിസ്റ്റൻസ് ഒന്നും എടുക്കത്തില്ല, ഇതിന്റെ ഇവിടം വരെ മാത്രമേ എടുക്കത്തുള്ളൂ, ഇങ്ങനെയായിരിക്കും എടുക്കുന്നത്. അപ്പം ഫിസിക്സിൽ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് എഴുതുന്നത്. അതായത് ഫുൾ ആംഗിൾ തീറ്റ ആണെങ്കിൽ ചെറിയ ആംഗിൾ ഡി തീറ്റ എന്നുള്ളത് ഫിസിക്സിലെ പുതിയൊരു കൺസെപ്റ്റാണ്, നിങ്ങൾ ഇനി അങ്ങനെ പഠിച്ചു വെക്കണം. ഡെറിവേറ്റീവ് എന്നാണ് പറയുന്നത്. വലിയതിനെല്ലാം കംപ്ലീറ്റ് വാല്യൂ ചേർത്തെടുക്കും, ചെറുതിനെല്ലാം ഡി കൂട്ടി പറയും. ഇപ്പൊ വലിയ ഫോഴ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് എന്ന് എടുക്കും, വളരെ ചെറിയ ഒരു ടൈം ഇന്റർവെലുള്ള ഫോഴ്സ് ആണെങ്കിൽ ഡി എഫ് എന്ന് എടുക്കും. വലിയ ലെങ്ത് ആണെങ്കിൽ എല്ലാം എടുക്കും, ചെറിയ ലെങ്ത് ആണെങ്കിൽ ഡി എൽ എന്ന് എടുക്കും. വലിയ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ചെറിയ ഡിസ്റ്റൻസ് ഡി എക്സ് എന്ന് എടുക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ സിംപ്ലി നമുക്ക് എന്തെന്ന് എഴുതാം, തീറ്റ ബൈ ടി എന്ന് എഴുതാം അല്ലേ? തീറ്റ ബൈ ടി എന്ന് എഴുതാം. ഓക്കെ, ഡബ്ല്യു അല്ല ഒമേഗ. ഇനി ഇൻസ്റ്റന്റേനിയസ് എന്താണ് ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി ഏതാ എഴുതിയോ? ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞായിരുന്നു, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഇനി ഈ ഒമേഗയ്ക്ക് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, നമുക്ക് എഴുതാം. നമുക്കറിയാവുന്ന കാര്യം എന്താ, ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി ആണല്ലോ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. ഹോൾ ഡിവൈഡ് ബൈ എത്രയായിരിക്കും, ടൈം ആയിരിക്കും ആണല്ലോ. നമുക്കറിയാം ഒരു
എന്താണ് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ആംഗിൾ എത്രയായിരിക്കും? അത് ഇതിന് എത്ര ആയിരിക്കും? പെരിമീറ്റർ ഓഫ് എ സർക്കിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ ഓഫ് സർക്കിളിനെ നമുക്ക് 2πr, അപ്പം ആർക്ക് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കത്തില്ലേ? അതായത് പെരിമീറ്റർ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ r ഹോൾ ഡിവൈഡ് ബൈ t എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ 2πr, അതാണ് പെരിമീറ്റർ ഓഫ് സർക്കിൾ, ഡിവൈഡ് ബൈ r ഡിവൈഡ് ബൈ t. ആറും കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 2π/t എന്ന് എടുക്കാം. ഇതാണ് ഒമേഗയുടെ പുതിയ ഇക്വേഷൻ. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. അപ്പൊ നിങ്ങൾ ചോദിക്കും അവിടെ പെരിമീറ്റർ ഓഫ് സർക്കിൾ എന്താ എടുത്തതെന്ന് ചോദിച്ചാൽ പെരിമീറ്റർ ആർക്ക് തന്നെയല്ലേ? പോയിട്ട് തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 2πr. ശരിയല്ലേ? ആർക്ക് ലെങ്ത് പോയിട്ട് വരുമ്പോൾ ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ 2πr. ശരിയല്ലേ മക്കളെ? അതായത് ഇവിടെ നിന്ന് ഒരു കല്ല് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി തിരിച്ചു വേണ്ടി ഇവിടെ തന്നെ വരെ എടുക്കുന്ന ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ആ 2πr ആയിരിക്കും. അതിന്റെ പെരിമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. ശരിയല്ലേ? എഴുതിയെടുക്കാനുള്ള എടുത്തോണേ. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ടൈം പീരീഡ് നോക്കുന്നു. ടൈം പീരീഡ് time taken for one complete oscillation എന്ന് പറയുന്നത് one complete rotation. ഇവിടെ ഓസിലേഷൻ അല്ലല്ലോ, ഇവിടെ എന്താ ഒരു റൊട്ടേഷൻ അല്ലേ, ഒരു റെവല്യൂഷൻ. ഓക്കെ, അപ്പൊ അത് ഓർത്തോണം. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ടി ആണേ. അത് വേണമെങ്കിൽ ആ ടൈം പീരീഡിന്റെ കൂടെ ഇന്ന് എഴുതിയാൽ മതി, ഇങ്ങനെ ക്യാപിറ്റൽ ടി. അടുത്തത് ഫ്രീക്വൻസി. അതിനെ നമ്മൾ ന്യൂ എന്നാണ് എഴുതുന്നത്. ന്യൂ ഇങ്ങനെ വി ചരിച്ച്, ഇതാണ് ന്യൂ. നിങ്ങൾ കഴിഞ്ഞ വർഷം വരെ എഫ് എന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഫ്രീക്വൻസിക്ക് ഇത് ന്യൂ എന്ന് പഠിക്കണം. അതായത് നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ, ഇവിടെ കംപ്ലീറ്റ് ഓസിലേഷൻ മാറ്റിയിട്ട് വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കാം. ഓസിലേഷൻ മാറ്റിയിട്ട് വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. ഓക്കെ, ഇനി ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ സെക്കൻഡ്, അതായത് നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ എത്ര തവണ റൊട്ടേറ്റ് ചെയ്തു, അതാണ്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സെക്കൻഡിൽ ചിലപ്പോൾ 5 വട്ടം അടിക്കും, റൗണ്ട് അടിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പം അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ എത്രയാണ്, പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്രയാണ്. അപ്പൊ നമുക്ക് നോക്കാം, ന്യൂ ഈസ് ഈക്വൽ ടു n/t ആണ്. ന്യൂ ഈസ് ഈക്വൽ ടു n/t. അവിടെ നിന്ന് നമുക്ക് നമ്പർ ഓഫ് റൊട്ടേഷൻ 1 ആണെങ്കിൽ, അതായത് ഒരു റൊട്ടേഷൻ എടുക്കുന്ന ടൈം പീരീഡ് ആണെങ്കിൽ നമുക്ക് ന്യൂ ഈസ് ഈക്വൽ ടു എന്താ 1/t എന്ന് എടുക്കാം. if n is 1. ഓക്കെ, അതേപോലെ തന്നെ എന്താ ഇതിപ്പോ റിലേഷൻ ആയി, ന്യൂ ഈസ് ഈക്വൽ ടു 1/t. ഈ ഒമേഗയും ഈ ടൈം പീരീഡും തമ്മിൽ, അല്ലെ ഫ്രീക്വൻസിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതുകൂടെ നമുക്ക് താഴോട്ട് എഴുതാം. ശ്രദ്ധിച്ചോ, നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്നല്ലേ നമ്മൾ എടുത്തത്. ഈ ടി ഇങ്ങനല്ല എടുക്കുന്നത്, ടൈം പീരീഡ് ആകുമ്പോൾ 2π/T.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 1/t എന്ന് എടുക്കാം. ശരിയല്ലേ? കാരണം ഇത് 2π/t എന്ന് പറയുമ്പോൾ 2π ഇൻറ്റു 1/t അപ്പോഴും 2π/t തന്നെയല്ലേ. 2π ഇൻറ്റു 1 2π/t അങ്ങനെ വരിക ഇല്ലേ. 1/t ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ന്യൂ ആണ്. അപ്പൊ ഒമേഗ ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? 2π 1/t എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്. കണ്ടോ? ഇത് ഒമേഗയ്ക്ക് ഇപ്പൊ 3 ഇക്വേഷൻ ആയി. θ/t 2π/t 2π ന്യൂ. ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ഫ്രീക്വൻസി എന്നും പറയാം അതിനെ കേട്ടോ. ആംഗുലർ ഫ്രീക്വൻസി എന്നും പറയും. ഈ 2π ന്യൂ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ആംഗുലർ ഫ്രീക്വൻസി എന്നും പറയും. 2π ന്യൂ, 2π ന്യൂ ഇവിടെ ന്യൂ വരുവാണെങ്കിൽ ഇത് ആംഗുലർ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുന്നത്. ആംഗുലർ ഫ്രീക്വൻസി ആംഗുലർ വെലോസിറ്റി രണ്ടും കുഴപ്പമില്ല. നോക്കിക്കോളൂ. ഇനി ആംഗുലർ ആക്സിലറേഷൻ നമ്മൾ എടുക്കും. ആംഗുലർ ആക്സിലറേഷൻ, ആംഗുലർ ആക്സിലറേഷൻ, ആംഗുലർ ആക്സിലറേഷൻ, ആംഗുലർ ആക്സിലറേഷൻ നമ്മൾ ആൽഫ എന്നാ പറയാം. ആൽഫ ഒന്നുമില്ല. ആൽഫ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതിയാൽ മതി. ആൽഫ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതേപോലെ ഇവിടെ എന്താ, ഇവിടെ ആക്സിലറേഷൻ എന്താ, ഇവിടെ ആംഗുലർ ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ എന്താ, ഡെൽറ്റ ടി എന്ന് എഴുതാം. ശരിയല്ലേ? അത് മതി. ഇനി ഒരു സാധനം കൂടെ എഴുതിക്കും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ. അതായത് വി എന്ന് പറയുമ്പോൾ ലീനിയർ വെലോസിറ്റി ഇല്ലേ, ലീനിയർ വെലോസിറ്റിയും അതേപോലെ ആംഗുലാർ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ഇത് തമ്മിലുള്ള റിലേഷൻ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് ഒമേഗ ഈസ് ഈക്വൽ ടു എന്താ, ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലോ. അതിനെ നമുക്ക് സിംപ്ലി തീറ്റ ബൈ ടി എന്ന് എടുക്കാം. തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണോ? റേഡിയസ് ഡിവൈഡഡ് ബൈ എത്രയാ? ടൈം ആണല്ലോ. അപ്പം ആർക്ക് ലെങ്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ആർക്ക് ലെങ്തിനെ നമുക്ക് വേണമെങ്കിൽ വല്ല എക്സ് ആയിട്ട് വല്ലതും എഴുതാം അല്ലേ. ആർക്ക് ലെങ്ത് ചെറിയ ആർക്ക് എന്ന് പറയുമ്പോൾ ചെറുതല്ലേ, വലുതായിട്ട് എടുക്കുന്നില്ല, ചെറുതല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ആർ ഡിവൈഡഡ് ബൈ ടി എന്ന് എടുക്കാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇല്ലേ, ശരിയല്ലേ? ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ആ ആർക്ക് ലെങ്തിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് എടുത്തിരിക്കുന്നത്, ചെറിയ ആർച്ച് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ എന്തെന്ന് വരും? ആർ ടി എന്ന് വരും. ആണോ? ഒരു കാര്യം ചെയ്യും, ഇവിടെയും ഡെൽറ്റ കൊടുത്തു, ഇവിടെയും ഡെൽറ്റ കൊടുത്തു, ഇവിടെയും ഡെൽറ്റ ചെറുതാ. ഓക്കെ ആണല്ലോ. നോക്കിയേ, ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്താ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ലീനിയർ വെലോസിറ്റി. അപ്പൊ നമുക്ക് അതിനെ എന്തെന്ന് കൊടുക്കാം? വി ബൈ ആർ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ, അതായത് അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. കണ്ടോ? ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഇനി അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. ഇതെല്ലാം എഴുതിയെന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുതിയോ?
റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ. ഇത് വേണമെങ്കിൽ സൈഡിൽ എഴുതിയേക്കണം കേട്ടോ. അതായത് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അത് വെലോസിറ്റി ആയത്. അത് വേണമെങ്കിൽ അവിടെ എഴുതിയിട്ടേക്കണം. അതിൽ നിന്നാണ് അത് വി എന്ന് എഴുതിയത്. ഓക്കെ, നോക്കിക്കോളൂ. അടുത്ത എഴുതിക്കോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇതുകൂടെ എഴുതിയിട്ട് നിർത്താം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ. ലീനിയർ ആക്സിലറേഷൻ and angular acceleration and angular acceleration. Linear acceleration and angular acceleration. അതിനകത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? A is equal to എന്താ? Acceleration is equal to change in velocity by time ആണ്. ഓക്കെ, അതായത് ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിനെ നമ്മൾ ഫിസിക്സിൽ എടുക്കുന്നത് dv എന്നാണ്. അതായത് ചെറിയ വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്തെന്ന് എടുക്കണം? ടൈമിന്റെയും സ്മോൾ ചേഞ്ചിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതിനെ നമ്മൾ എന്തെടുക്കണം? dt എന്ന് എടുക്കണം. ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടി, സ്മോളിനെ കാണിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ് d. അപ്പൊ dv ബൈ dt എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ? ആക്സലറേഷൻ ആയി. ഓക്കെ ആണല്ലോ. ഇനിയും നോക്കിക്കോളൂ, നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്കത് ഇത് ലീനിയർ ആക്സലറേഷൻ അല്ലേ? ലീനിയർ ആക്സിലറേഷൻ ആണ്, ശരിയല്ലേ? ഇനി ആംഗുലാർ ആക്സിലറേഷൻ അപ്പൊ എന്തായിരിക്കും? ആംഗുലാർ ആക്സിലറേഷൻ എന്തായിരിക്കും? ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം ആയിരിക്കുമല്ലോ, അല്ലേ? ശരിയല്ലേ? ഡി ഒമേഗ ബൈ ഡി ടി ആയിരിക്കുമല്ലോ. ആണോ? ആണ്. അങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഇവിടെ ഞാൻ ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുന്നു, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഇത് എഴുതിയില്ല. ചേഞ്ച് ഇൻ ഇത് എഴുതണം. അതായത് ഇവിടെ വേണമെങ്കിൽ ഇതിനെ താഴോട്ടാക്കിയിട്ട് ഇവിടെ വേണമെങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ എന്താ? ബൈ ടൈം അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാം. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2. അപ്പൊ ഇക്വേഷൻ 1ന്റെ LHS a ഉണ്ട്, ഇക്വേഷൻ 2ന്റെ LHS ആൽഫ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, a ബൈ ആൽഫ ഈസ് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിൽ എന്താ? RHS എന്താ? മുകളില് dv ബൈ dt ആണ്. dv ബൈ dt ഡിവൈഡഡ് ബൈ d ഒമേഗ ബൈ dt ആണല്ലോ. അതിനെ നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ dv ബൈ dt ഇൻറ്റു dt ബൈ d ഒമേഗ എന്ന് വരും. ആണല്ലോ. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ a ബൈ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും? dv ബൈ d ഒമേഗ എന്ന് വരും. ആണോ? ആണല്ലോ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ, ഈ വിക്ക് ആർ ഒമേഗ എന്ന് കൊടുക്കത്തില്ലേ? വിക്ക് ആർ ഒമേഗ എന്ന് നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടില്ലേ? ഈ വിക്ക് പകരം, അതായത് ഈ വിക്ക് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ആർ ഒമേഗ എന്ന് കൊടുക്കാൻ പോവാ. അപ്പൊ നോക്കിക്കോളൂ, അപ്പം ഇക്വേഷൻ എങ്ങനെ വരും നോക്കിക്കോളൂ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും നോക്കിക്കോളൂ. എ ബൈ ആൽഫ ഈസ് ഈക്വൽ ടു d ഇൻറ്റു എന്താ? ആർ ഒമേഗ ഡിവൈഡ് ബൈ എന്താ? ആർ ഒമേഗ ഡിവൈഡ് ബൈ എന്താ? d ഒമേഗ എന്ന് വരും. ആണല്ലോ. ഇവിടെ r കോൺസ്റ്റന്റ് ആണ് അല്ലേ? r കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് a ഈസ് ഈക്വൽ ടു ആറിനെ പുറത്തെടുക്കാം. കോൺസ്റ്റന്റിനെ ഒരിക്കലും d വെച്ച് എഴുതാൻ പറ്റത്തില്ല. കാരണം റേഡിയസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? സ്മോൾ ആണോ? അല്ല, അതിനൊരു ഫിക്സഡ് ഉണ്ട് അല്ലേ? ചേഞ്ച് ചെയ്യുന്നില്ല. ചേഞ്ച് ചെയ്യുന്നതിന് മാത്രമേ d കൊടുക്കാൻ പറ്റത്തുള്ളൂ. r പുറത്തിറക്കി ബാക്കി dw ബൈ എന്താ? dw എന്ന് തന്നെ വരും. ശരിയല്ലേ? ഇല്ലേ? ഇവിടെ ഡിവൈഡ് ബൈ ആൽഫ ഉണ്ട്, ഇത് രണ്ടും കട്ട് ചെയ്തു. അപ്പൊ ബാക്കി എന്താ വരും? a ബൈ ആൽഫ ഈസിക്കൽ r എന്നും ഇവിടുന്ന് a ഈസിക്കൽ എന്താ? r ആൽഫ എന്നും വരും. കണ്ടോ? ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
എഴുതിയോ? പാർവണയൊക്കെ എഴുതിയോ? പാർവണ എല്ലാരും എഴുതിയോ? അലൻ എഴുതിയോ? ഗായത്രി, അർജുന്, ക്രിസിൻ, അനഘ എഴുതി സാർ. ഓക്കെ ഓക്കെ. നമുക്ക് ഒരു ഡെറിവേഷനും കൂടെ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ഓക്കെ, ഞാൻ ആ ഡെറിവേഷൻ കൂടെ ഒന്ന് പഠിപ്പിക്കാമേ. അതുകൂടെ പഠിപ്പിച്ച് ഇന്ന ക്ലാസ് മൈൻഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഹെഡിങ് എഴുതുക, ഡെറിവേഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. ഹെഡിങ് എഴുതിക്കോ, ഡെറിവേഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ in uniform circular motion. അപ്പൊ അതിനൊരു പടം വരയ്ക്കുക, നോക്കിക്കോളൂ. ഇങ്ങനൊരു യൂണിഫോം സർക്കുലർ മോഷന്റെ പടമാണ് വരയ്ക്കേണ്ടത്. കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇത് അതിന്റെ ഫസ്റ്റ്, അതായത് പോയിന്റ്, ഇത് പി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആദ്യം ഇരിക്കുന്നത്, ഒബ്ജക്റ്റിൽ മറ്റേ കല്ലിരിക്കുന്ന ആദ്യത്തെ പോയിന്റ്. അത് ഒരു വളരെ ചെറിയ ടൈം ഇന്റർവെല്ലിൽ എത്തിയ, ഇത് വളരെ അടുത്തുള്ള പോയിന്റ് ആണ്. ഞാൻ ഇച്ചിരി ദൂരെയായിട്ട് വരയ്ക്കുകയാണ്. ഈ പിയും ഈ പോയിന്റ്, കല്ല് ഇപ്പൊ ഇവിടെ എത്തി, അതായത് അത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പം അത് തമ്മിൽ വളരെ അടുത്താണ് ഇരിക്കുന്നത് കേട്ടോ. അത് വളരെ അടുത്താണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചില്ലെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇത് എവിടെ വരയ്ക്കേണ്ടത്? ഈ കല്ല് വേണ്ടി ഇവിടെ വരയ്ക്കേണ്ടത്. ഏതാ? ഈ ക്യൂ എന്ന് പറയുന്ന കല്ല് വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ആർക്ക് ലെങ്ത് വളരെ ചെറുതായിപ്പോൾ ട്രയാങ്കിൾ ഒന്നും കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇച്ചിരി വലുതാക്കി വരച്ചത്. ഓക്കെ, അങ്ങനെ അങ്ങ് കൺസിഡർ ചെയ്യാം, മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ടാൻജൻഷ്യൽ ആയിരിക്കും. അത് ഇങ്ങനെയായിരിക്കും, ശരിയല്ലേ? ഇങ്ങനെയായിരിക്കും. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അത് ഇങ്ങനെയായിരിക്കും, ടാൻജൻഷ്യൽ ആയിരിക്കും. ആണോ? ഇങ്ങനെയായിരിക്കും, ശരിയല്ലേ? ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പം ഇതും ബി ആണ്, ഇതും എന്താണ്? ബി ആണ്. ഓക്കെ, ഇത് റേഡിയസ് ആണ്, വെക്ടർ ആണ്, ഇതും റേഡിയസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് അതിന്റെ ആർച്ച് ലെങ്ത്, ക്യൂവിൽ നിന്ന് ഞാൻ ഇപ്പൊ വരയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആർച്ചിന്റെ ലെങ്ത് ആണ്. പക്ഷെ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഒരിക്കലും ആർച്ച് ലെങ്ത് അല്ല ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പിയുടെയും ക്യൂയുടെയും തമ്മിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? വേണ്ട, ഇവിടെ ഒന്ന് വേണ്ട ഇങ്ങോട്ടേക്ക്, കണ്ടോ, ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക്, കണ്ടോ, ഇതാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. അതിനെ ഞാൻ ഡെൽറ്റ എൽ എന്ന് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഇതേണ്ട ഇവിടെയും കൂടെ ഒരു ഇതങ്ങ് മാർക്ക് ചെയ്യാണ്. അതായത് ഇവിടെ ഒരു ലൈൻ അങ്ങ് മാർക്ക് ചെയ്യാണ്. ഇവിടെ അതിനെ ഇങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുകയാണ്. ആരും ഇങ്ങോട്ടേക്കാണ്. അതിനെ ഞാൻ അത് അവിടെ നിൽക്കട്ടെ. അത് എന്താന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പിയും ക്യൂവും വളരെ അടുത്തുള്ള ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് പി ഇവിടെ, ക്യൂ ഇവിടെ. അപ്പൊ പിയുടെ ഡയറക്ഷൻ പിയുടെ ഡയറക്ഷൻ ഇങ്ങനെ പോകുന്നു, ക്യൂവിന്റെ ഡയറക്ഷനും ഏകദേശം അങ്ങനെ തന്നെ പോകുന്നത്, ശരിയല്ലേ? ആണോ? ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അതായത് ഇവിടെ എടുക്കുന്ന ഈ ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിളിലെ ഈ സൈഡും ശരി, നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രയാങ്കിളിലെ രണ്ട് സൈഡായിട്ട് എടുക്കാം. കാരണം എന്താ? ഈ ഡിസ്റ്റൻസ് എന്താ? ഈ ഡിസ്റ്റൻസ് വളരെ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്ത് കളയാം, ശരിയല്ലേ? അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഇതായിട്ടും, അതായത് പി, ഇതിനെ നമുക്ക് വേണമെങ്കിൽ എ എന്നും ഇതിനെ ബി എന്നും കൊടുക്കാം. പി എന്ന് പറയുന്നതും ക്യൂ ബി എന്ന് പറയുന്നതും ഈക്വൽ ആയിട്ട് എടുക്കാം. ട്രയാങ്കിളുടെ രണ്ട് സൈഡായിട്ട് എടുക്കാം. അത് എന്തുകൊണ്ടാ ചോദിച്ചാൽ എന്താ? ഈ പി ക്യൂ എന്ന് പറഞ്ഞാൽ വളരെ അടുത്തായിരിക്കുന്നത്. നമ്മൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആകുന്ന കേസാണ് എടുക്കുന്നത്. ഈ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കണ്ണടച്ച് തുറക്കുന്ന സമയം. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് എന്തായാലും ഇവിടം തൊട്ട് ഇവിടം വരെ എത്തില്ല, വളരെ തൊട്ടടുത്തായിരിക്കും ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളേ. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ട്, നിങ്ങൾ ഇവിടെ എഴുതേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ ഇവിടെ എഴുതേണ്ട കാര്യം
ഇതാണ്. ഇത്രയും നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം. അറ്റ് ടൈം ടി delta t tends to 0, PQ is the negligible distance. Also PA becomes equal to QB. And is considered as two sides of a triangle. And is considered as two sides of a triangle PAB. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം നമ്മൾ കൺസിഡർ ചെയ്തതാണ്. ഇങ്ങനെ ഒരിക്കലും എന്താണ് വരില്ല, പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്ത് അസ്യൂം ചെയ്തതാണ് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്, നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇതിങ്ങനെ ഇത് P ആയിരുന്നു, ഇത് A ആയിരുന്നു, ഇങ്ങോട്ട് ഇത് B ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഈ രണ്ട് വെക്ടറിന്റെ ഓർഡറിന്റെ ഓപ്പോസിറ്റ് ഓർഡറിൽ ഇവിടെ ആയിരുന്നു. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഞാൻ B നെ ഒരു വെക്ടർ ആയിട്ട് എടുത്തു, A ആയിട്ട് എടുത്തു. ഈ പച്ച ലൈനിലെ ഈ B ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ഈ Q എന്താ, ഇത് എയും ഇത് ബിയും അല്ലേ? QB അല്ലേ അതിന്റെ റിസൾട്ടന്റ്? ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇവിടെ എഴുതുക ബൈ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. നമുക്ക് എന്താന്ന് എഴുതാം? ഇങ്ങനെ എഴുതാം. അതായത് നമുക്ക് ഈ ട്രയാങ്കിൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അതായത് ഇതാണ് നമ്മുടെ PA എന്ന് പറയുന്നത്. ഇത് PA എന്ന് പറയുന്നത്. ഓക്കെ, ഇത് PA, ഇത് B ആണ്. ഇവിടാണ് നമ്മുടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പച്ച ലൈൻ. ഇവിടാണ്, ഇതാണ് നമ്മുടെ പച്ച ലൈൻ അല്ലേ? ഇതാണ് B. അങ്ങനെയാണെങ്കിൽ ഇതും B ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, നമ്മള് ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ, ഇതായിരിക്കും അതിന്റെ റിസൾട്ടന്റ് എന്നുള്ളതാണ്. ശരിയല്ലേ? അതായത് സെയിം ഓർഡറിൽ പോകുന്ന ഏതൊക്കെയാ? PQ വും അതേപോലെ AB യുമാണ് സെയിം ഓർഡറിൽ പോകുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ഓർഡറിൽ പോകുന്ന PB ആയിരിക്കും, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, AP വെക്ടർ AP പ്ലസ് വെക്ടർ AB ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വെക്ടർ PB ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വെക്ടർ AP നെ നമുക്ക് B എന്നാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് എന്താണ് AB, നമുക്ക് AB എന്ന് തന്നെയാണ്, ഒന്നും കൊടുത്തിട്ടില്ല. ഈസ് ഈക്വൽ ടു എന്താ? PB അല്ലയോ? PB എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? B തന്നെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് അപ്പൊ AB എങ്ങനെ കണ്ടുപിടിക്കാം? വെക്ടർ AB ഈസ് ഈക്വൽ ടു എന്താ? വെക്ടർ B മൈനസ് വെക്ടർ B. ഇത് 0 ആവോ? ഒരിക്കലും ആകത്തില്ല. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഇതിന്റെ ഡയറക്ഷൻ സെയിം അല്ല, അതുകൊണ്ട് ഒരിക്കലും 0 ആകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ ഡെൽറ്റ V എന്ന് എടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഡെൽറ്റ V ആണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ടെക്സ്റ്റിനകത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ വലിയ രീതിയിലായിരിക്കും തരുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടും ഹമ്പിൾ ആയിട്ടും വെക്കാനാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ, ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയിട്ട് എടുക്കാൻ പോകും. നോക്കൂ, അതായത് ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ ഈ ട്രയാങ്കിളും സിമിലർ ആയിട്ട് എടുക്കാൻ പോകും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തീറ്റ ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതും തീറ്റ തന്നെ വരും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. കണ്ടീഷൻ ഒന്നും നമ്മൾ പറയുന്നില്ല. നമുക്കറിയാലോ, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവണമെങ്കിൽ ഒന്നെങ്കിൽ എ പോസ്റ്റുലേറ്റ്, അല്ലെങ്കിൽ AS പോസ്റ്റുലേറ്റ്, അല്ലെങ്കിൽ SAS, അങ്ങനെ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും വഴിയിൽ അത് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്, നമ്മൾ അങ്ങ് എടുത്തു. അത് സിമിലർ ആണ് എടുക്കുക, അത് എങ്ങനെ എടുക്കണമെന്നൊന്നും പ്രൂവ് ചെയ്യണ്ട. നമ്മളിങ്ങനെ എടുക്കുന്നത് ഡെൽറ്റ PBA ആൻഡ് ഡെൽറ്റ OPQ ആർ സിമിലർ. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ OA സെന്റർ, ഇതാണ് OPQ വും അതേപോലെ PAB യും സിമിലർ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ട്രയാങ്കിളിന്റെ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് റേഷ്യോസിലായിരിക്കത്തില്ലേ? സോ ദാറ്റ് their sides will be in ratios. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ് നമുക്ക് റേഷ്യോസ് ആയിട്ടുള്ളത് ഏതൊക്കെ എടുക്കാൻ നോക്കി? PB
ബൈ മറ്റേ ട്രയാങ്കിൾ അതേ സൈഡ് തന്നെ എ ബി. നോക്കി പി ബി ഇവിടെ ഏതാ? പി ബി എന്ന് പറഞ്ഞാൽ ഇതാണ് പി ബി. പി ബി എന്ന് പറയുന്നത് ഇതാണ് പി ബി അല്ലേ? പി ബി പി ബി ഡിവൈഡ് ബൈ എന്താ? പി ബി പി അല്ല സോറി പി ക്യൂ ഡിവൈഡ് ബൈ പി ക്യൂ ഡിവൈഡഡ് ബൈ ഓക്കെ ഇങ്ങനെ എഴുതിക്കോ. പി ക്യൂ ഡിവൈഡഡ് ബൈ എ ബി പി ക്യൂ ഡിവൈഡഡ് ബൈ പി ക്യൂ ഡിവൈഡ് ബൈ എ ബി വിച്ച് വിൽ ബി ഈക്വൽ ടു ഒ പി ഡിവൈഡഡ് ബൈ പി എ. ഒ പി ഡിവൈഡ് ബൈ പി എ. പി ബി പി ക്യൂ ആണ് പി ക്യൂ ഡിവൈഡഡ് ബൈ എ ബി വിൽ ബി ഈക്വൽ ടു ഒ പി ഡിവൈഡ് ബൈ പി എ. ഒ പി ഡിവൈഡ് ബൈ പി എന്ന് നോക്കിയേ. ഒ പി ഇത് പി എന്ന് പറയുമ്പോൾ ഏതാ? പി എന്ന് പറയുമ്പോൾ എന്റേതാ? ഈ ട്രയാങ്കിളുടെ ഈ സൈഡും ഈ ട്രയാങ്കിളുടെ ഈ സൈഡുമാണ് സിംഗിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ഇനി നോക്കിയോ, നമുക്ക് ഓരോന്നിനും വാല്യൂ എടുക്കാം. പി ക്യൂ എന്താ? പി തൊട്ട് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താ എടുത്തത്? ഡെൽറ്റ എൽ ആ എടുത്തത്. ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്തെന്ന് കൊടുക്കാം. ഇത് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എ ബി എന്താ? എ തൊട്ട് ബി വരെയുള്ള എന്താ? എ തൊട്ട് ബി വരെ എ ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെൽറ്റ വി അല്ലേ? ഡെൽറ്റ വി റിസൾട്ടന്റ്. ഇനി ഒ പി എന്ന് പറഞ്ഞാൽ എന്താ? ഒ തൊട്ട് ബി വരെയുള്ള എന്താ? റേഡിയസ് അല്ലേ? റേഡിയസ് ഡിവൈഡ് ബൈ ഇനി പി എ എന്ന് പറഞ്ഞാൽ എന്താ? പി എ പി തൊട്ടേ വരെ വെലോസിറ്റി വി അല്ലേ? വി ആണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഞാൻ ഈ വിനെ വേണ്ട ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ പോയി ഇവിടുന്ന്. ഡെൽറ്റ വി കണ്ടുപിടിക്കുമ്പോൾ എന്താ? ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ വി ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ആർ ഈക്വൽ ടു എന്താ? ഡെൽറ്റ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് അറിയാമോ? എല്ലായിടത്തും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. ഡിവൈഡിങ് 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 ബോത്ത് സൈഡ് വിത്ത് ഡെൽറ്റ ടി ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇവിടെ വി ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ആർ ഹോൾ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ആണല്ലോ? ഈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഈ ഡെൽറ്റ ടി ഇവിടെ വരും. അപ്പൊ വി ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ആർ ഡെൽറ്റ ടി. എൽ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? പി തൊട്ട് ക്യൂ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ഇത് ഡെൽറ്റ ടി. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നല്ലേ ഈ കിടക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുമ്പോൾ എന്താ? വെലോസിറ്റി അല്ലേ? ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നല്ലേ കിടക്കുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താ? ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് അവിടെ എ കൊടുക്കാം. ഇവിടെ നോക്കിയോ, വി ഇൻറ്റു ഇവിടെ എന്ത് വരും? ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ വി വരും ഡിവൈഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് എഴുതാം? വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു എ. അതായത് അതാണ് ഇവിടുത്തെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയതുകൊണ്ട് എ സഫിക്സ് ചെയ്യുന്നു. എ സി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. ദിസ് ഈസ് ദ ഫൈനൽ. എഴുതി കഴിഞ്ഞവർക്ക് ലെഫ്റ്റ് ആവാമേ.